അവിടെ ഈ ദുരന്തം കണ്ട കുട്ടികൾ, പാതിരാത്രി കുട്ടികളെ എടുത്ത് പുറത്തേക്ക് ഓടേണ്ടി വന്ന മാതാപിതാക്കൾ, അവിടെ കാരുണ്യ റെസ്ക്യൂ സർവീസ് എന്ന് പറയുന്ന കാലങ്ങളെ അവിടെ പ്രവർത്തിക്കുന്ന ഒരിടത്തെ ബാബു എന്ന് പറയുന്ന ബാബുക്ക പറയുകയായിരുന്നു, രാത്രി കിടക്കാൻ കണ്ണടച്ചാൽ ഈ വലിയ ഇരമ്പമാണ് എന്ന് പറഞ്ഞാൽ 5-6 ഹെലികോപ്റ്റർ താഴെത്തട്ടിൽ ഇറങ്ങി നിൽക്കുന്നു എന്ന മട്ടിൽ തോന്നുന്ന വലിയ ഇരമ്പമാണ്. അത് ആ മേഖലയുടെ പൊതുപ്രശ്നമാണ്, അതടക്കമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ കറുത്ത ഓർമ്മകൾക്ക് അത് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല, ഉറപ്പ്. പക്ഷേ അതിനൊരു പരിധിവരെയെങ്കിലും സമാധാനം നൽകുന്ന രീതിയിലുള്ള മാനസികാരോഗ്യ സംരക്ഷണം അടക്കമാണ് നമ്മൾ ഈ പറയുന്ന പുനരധിവാസം എന്ന് പറയുന്നത്. അതടക്കം അവരുടെ ജീവനോപാധി അടക്കം, അവരുടെ കിടപ്പാടം അടക്കം, അവരുടെ നഷ്ടമായ വണ്ടികളടക്കം. അത് ടൂറിസ്റ്റ് മേഖലയാണ്. ടൂറിസ്റ്റ് മേഖലയിലേക്ക് ജീപ്പോട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ഒരുപാട് ജീപ്പുകൾ കീഴ്മേൽ മറിഞ്ഞ് ആ ചെളിക്കുണ്ടിൽ കിടപ്പുണ്ട്. അവരുടെ വാഹനമടക്കം അവർക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ, അരി വാങ്ങാനുള്ള ജീവിത പ്രശ്നം അടക്കം അങ്ങനെ 100 കാര്യങ്ങൾ ഈ പുനരധിവാസത്തിലുണ്ട്. ഏറ്റവും പ്രാഥമികമായി പോലും കണക്കാക്കിയ കണക്കാക്കലിൽ 1500-1600 കോടി നഷ്ടമാണ് ആ മേഖല ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 2000 കോടി എന്ന് നേരത്തെ സജോ പറയുന്നത് 2000 കോടി ഒരു തുകയല്ല, അത് പുനരധിവാസത്തിന് മാത്രം ആവശ്യമുള്ളതാണ്. പക്ഷേ ഒരു വയനാടൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരുപാട് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്ത പ്രശ്നമുണ്ട്, അവിടെ ചികിത്സാ സൗകര്യങ്ങളുടെ പ്രശ്നമുണ്ട്, എന്തിനും ചുരമിറങ്ങി കോഴിക്കോട്ടേക്ക് പോകേണ്ട പ്രശ്നമുണ്ട്, ചുരം ഒരു വണ്ടി കടന്നാൽ പോലും ചുരമടഞ്ഞാൽ വയനാട് കംപ്ലീറ്റ് ബ്ലോക്കായി പോകുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ വയനാട് എന്ന് പറയുന്ന മേഖലയുടെ സകല പ്രശ്നങ്ങളും പ്രധാനമന്ത്രിക്ക് മുന്നിൽ സവിസ്തരം പ്രതിപാദിക്കാനുള്ള, അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. ആ അവസരം സംസ്ഥാന സർക്കാർ കൃത്യമായി തന്നെ പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. നമ്മൾ ചോദിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ 1, 2, 3 ഇന്ന കാര്യങ്ങൾ കൊണ്ട് വയനാടിന് ഇത്ര ഫണ്ട് വേണം എന്ന് പ്രധാനമന്ത്രിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കേണ്ടതുണ്ട്. അതിന് ഉദ്യോഗസ്ഥരുടെ നീണ്ട ഹോംവർക്കുകൾ ഇതിനോടകം കഴിഞ്ഞിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. അവിടെ ബേലിപ്പാലത്തിലേക്ക് പ്രധാനമന്ത്രി നടന്നു കയറാൻ പോകുന്നു. അവിടെ ആ ബേലിപ്പാലത്തിൽ സൈന്യത്തിൻ്റെ അഭിമാനമുയർത്തിയ ബേലിപ്പാലത്തിൽ സൈനികരുമായി പ്രധാനമന്ത്രി അവിടെ സംസാരിക്കാൻ പോകുന്നു. അരുണിനെ കാണാൻ പോകുന്നു, അവന്തികയെ കാണാൻ പോകുന്നു, സുഹൃതി എന്ന് പറയുന്ന ഒഡീഷ സ്വദേശിയെ കാണാൻ പോകുന്നു. ഇവരൊക്കെ പറയാൻ പോകുന്നു ദുരന്തത്തിൻ്റെ നേർ കാഴ്ചകളാണ്. പ്രധാനമന്ത്രിക്ക് ഉറപ്പായും അത് ബോധ്യപ്പെടുമെന്നാണ് പ്രതീക്ഷ. ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഉണ്ടായ നാശനഷ്ടങ്ങൾ മുഖ്യമന്ത്രിയോടക്കം പ്രധാനമന്ത്രി കൃത്യമായി ചോദിച്ചറിയുന്നു എന്നുള്ളതാണ്. വൈകിട്ടാണ് കളക്ടറേറ്റിലെ അവലോകന യോഗം. വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, നേരത്തെ ഒഡീഷയ്ക്കൊക്കെ കൊടുത്ത ഒരുപാട് കോടികൾ, ഓർമ്മ ശരിയാണെങ്കിൽ 19,000 കോടിയൊക്കെ ഒഡീഷയ്ക്ക് അവിടുത്തെ പ്രളയ ദുരിതാശ്വാസത്തിന് മാത്രം കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഒഡീഷ ചോദിക്കുന്ന പക്ഷേ 29,000 കോടി എന്ന് ചോദിച്ചതാണ്. അത്രത്തോളം വ്യാപകമല്ലെങ്കിൽ കൂടിയും നമ്മൾ നേരിടുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ പ്രധാനമന്ത്രിക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നും നമ്മൾ ചോദിക്കുന്ന 2000 കോടിക്ക് അപ്പുറത്തേക്ക് കേന്ദ്ര സഹായം എത്തും എന്നും ഉറപ്പായും പ്രതീക്ഷിച്ചുകൂടെ വിജയകുമാർ? ഹാഷ്മി, ഇപ്പോൾ രാജസ്ഥാനും ഛത്തീസ്ഗഡും ഒക്കെ നേരിട്ട ദുരന്തം കുറെ കൂടി വിശാലമായിരുന്നു. ഇത് മേപ്പാടി പഞ്ചായത്തിൻ്റെ 3 വാർഡുകളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ മേഖലയിലെ ആളുകൾ നിരവധി പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട്. 100 കണക്കിന് ആളുകൾ ഇതിനോടകം മരിച്ചു എന്ന ഔദ്യോഗിക കണക്കുകൾ തന്നെയുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. തന്നെയുമല്ല, ഭൂപ്രദേശമാകെ ജനവാസയോഗ്യമല്ലാതായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾക്ക് ആ നാടിനെ ഇപ്പോൾ 3 വാർഡിനെ പുനരധിവസിപ്പിക്കണം, വേറൊരു സ്ഥലത്തേക്ക് ആ നാടിനെ ഇനി നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്ന ചെലവ് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റു സംസ്ഥാനങ്ങളെ കണക്കിലെടുത്താൽ അതിൽ മേലെയാണ്. അപ്പോൾ ഈ മേഖലയിൽ 400ഓളം വീടുകൾ, പൊതുകെട്ടിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, റോഡുകൾ, ആശുപത്രി, സ്കൂൾ, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സകലതും തകർത്ത് പോയതാണ് ഈ ഉരുൾ. അതുകൊണ്ട് ആ മേഖലയെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന ചെലവ് എന്നതാണ് നമ്മൾ ഈ പറയുന്ന പ്രാഥമിക കണക്ക് മാത്രമാണ് ഈ 2000 കോടി. അത് വിപുലമായ ഒരു പാക്കേജ് എന്ന നിലയിൽ ഒരു ടൗൺഷിപ്പാണ് സർക്കാർ അവിടെ വിഭാവനം ചെയ്യുന്നത്. അതിൽ കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും എന്നതാണ് അറിയേണ്ടത്. ഇതിനോടകം ഈ ആകാശ നിരീക്ഷണം, 2 മന്ത്രിമാർ കൊടുത്ത റിപ്പോർട്ട്, കേന്ദ്ര സംഘം നൽകാൻ പോകുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട്, ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്, പലതും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം എന്നത് നമുക്ക് ഇതുവരെ ഉണ്ടാവാത്തതാണ്, ഇതുവരെ മറ്റു സംസ്ഥാനങ്ങളെ ആ നിലയിൽ ബാധിക്കാത്തതാണ് എന്ന് മനസ്സിലാകും. അതിതീവ്ര ദുരന്തത്തിൻ്റെ പട്ടികയിലേക്ക് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ കണക്കുകൾ നിരത്തിയാണ് പറയാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ഒരു അനുകൂല ഘടകമുള്ളത് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് സമാനമായ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഇവിടെ വന്ന് കണ്ടതിൻ്റെ കണക്കുകൾ ഇതൊരു അതിതീവ്ര ദുരന്തമെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്നതാണ്, അതിലേക്ക് എത്തുമെന്നതാണ്. നമുക്ക് ദീപക് ധർമ്മടത്തിലേക്ക് പോകാം. കൽപ്പറ്റയിൽ ദീപക് തുടരുന്നുണ്ട്. ദീപക്, ഒരു കാര്യം നമുക്ക് ഇന്ന് അറിയേണ്ടത്, ഇനിയിപ്പോൾ ഈ കാഴ്ചകളൊക്കെ അദ്ദേഹം കണ്ടു, വിവരങ്ങൾ മനസ്സിലാക്കുന്നു, ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക്
പ്രധാനമന്ത്രിക്ക് മുന്നിലുണ്ട്. അപ്പോഴൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമോ, അതോ അത് വീണ്ടും കേരളം അതിൽ കാത്തിരിക്കേണ്ടി വരുമോ? ഇപ്പോൾ കൽപ്പറ്റയിലെ കളക്ടറേറ്റിൽ ചേരാൻ പോകുന്ന യോഗം, അവിടെ വീണ്ടും നമ്മളിത് പ്രസന്റ് ചെയ്യുന്നുണ്ട്, നിവേദനം കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെടുകയും ചെയ്യും എന്ന് കരുതാം. അപ്പോൾ ആ തീരുമാനം ഇന്നുണ്ടാകുമോ, അതോ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമോ? ഈ കേരളത്തിൽ നിന്നുള്ള മന്ത്രിതല സംഘത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും സൂചനകളോ വിവരങ്ങളോ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായോ അത് സംബന്ധിച്ച്? വിജയകുമാർ, ഇന്ന് തന്നെ ഒരു പാക്കേജ് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന സൂചന. പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്നും ഈ MI-17 ഹെലികോപ്റ്ററിലേക്ക് കയറിയതിനു ശേഷം ഈ ദുരന്തത്തിൻ്റെ ആഘാതം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ആകാശ നിരീക്ഷണം നടത്തുന്നു. ആ വേളയിൽ ഓരോ കാര്യങ്ങളും മുഖ്യമന്ത്രിയോടുൾപ്പെടെ ചോദിച്ചറിയുന്നു. ഈ സ്ഥലം ഏതാണ് എന്നുള്ളത് ഉൾപ്പെടെ ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെ ലഭിച്ച വിവരം. മാത്രമല്ല, ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു ഇതിൽ ഓരോന്നിൻ്റെയും ആ സ്കൂൾ ഭാഗം, അതുപോലെ തന്നെ ചൂരൽമല, അതുപോലെ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ഈ മേഖലയിലൂടെ കൃത്യമായി ഓരോന്നും പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് കൽപ്പറ്റ ഹെലിപ്പാഡിൽ അല്പം മുമ്പ് നേരത്തെ കണ്ടതാണ് നമ്മൾ, ഹെലിപ്പാഡിൽ ഇറങ്ങി അവിടെ നിന്നും ജനപ്രതിനിധികളുമായി സംസാരിച്ച് നേരെ ഇപ്പോൾ ചൂരൽമലയിലാണുള്ളത്. ഇനിയിപ്പോൾ ദുരന്ത ബാധിതരുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി നീങ്ങുന്നു. അവിടെ നിന്നും ദുരന്തത്തിൻ്റെ ആഘാതത്തിൻ്റെ ദുഃഖം അവർ സ്വാഭാവികമായും നേരിട്ട് പ്രധാനമന്ത്രിയോട് പങ്കുവയ്ക്കും. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നത് പ്രധാനമന്ത്രിയുടെ ആശ്വാസ കിരണങ്ങൾ, ആശ്വാസ കരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തണമെന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, ഈ ആശുപത്രിയിൽ പോകുന്നു, ആശുപത്രിയിൽ ദുരന്തത്തിൻ്റെ ഇരകൾ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം ഇതുവഴി നേരെ കളക്ട്രേറ്റിലേക്കാണ് പോവുക. കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിൽ ഒരു ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ചീഫ് സെക്രട്ടറി നടത്തുന്നുണ്ട്. ആ ഡിജിറ്റൽ പ്രസൻറ്റേഷനിൽ 2000 കോടിയുടെ നഷ്ടമാണ് വയനാട്ടിൽ ഇതുവരെ കണക്കാക്കിയത്. ഈ നഷ്ടപ്പെട്ടത് പുനർനിർമ്മിക്കാൻ ഇതിൻ്റെ ഇരട്ടിയോളം തുക വേണ്ടി വരും. കാരണം ഒന്ന്, ഈ പ്രദേശം ആകമാനം മണ്ണിനടിയിലേക്ക് പോയിരിക്കുന്നു. അവിടെ തന്നെ ആൾക്കാരെ പാർപ്പിക്കുക എന്നുള്ളത് മറ്റൊരു വലിയൊരു വെല്ലുവിളിയായിരിക്കും. കാരണം ആ ദുരന്തമുഖത്ത് അതിൻ്റെ ആഘാതത്തിൽ, ഞാൻ അല്പം മുൻപ് ചിലരുമായി ഹെലിപ്പാഡിൽ സംസാരിച്ച സമയത്ത് ഒരു ചെറിയ മകൻ, അവൻ പറഞ്ഞത് ഞങ്ങൾ സ്കൂളൊന്ന് തിരിച്ചു കിട്ടണം. ആ കുട്ടിയുടെ അമ്മ പറയുന്നത് ഞാനിപ്പോൾ ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തത്തിൻ്റെ ആഘാതത്തിലുള്ള ആ പ്രദേശത്തു നിന്നും അവരെ പുനരധിവസിപ്പിക്കാൻ മറ്റൊരു ടൗൺഷിപ്പ് വേണം. കേരളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ പോകുന്നത് ഈ L3, L4 കാറ്റഗറിയിലേക്ക് പെടുത്തുക, ഈ നൂലാമാലകൾ, നിയമത്തിൻ്റെ ഊരാക്കുടുക്കുകളിൽ പെടാതെയുള്ള ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ഒരു സഹായം കേരളത്തിന് പ്രധാനമന്ത്രി നൽകണമെന്നുള്ളത് തന്നെയാണ്. അത് സുരേഷ് ഗോപിയുമായും എല്ലാം തന്നെ കേരളത്തിൻ്റെ മന്ത്രിതല ഉപസമിതി ഇതിനകം തന്നെ സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ കളക്ടറേറ്റിലുള്ള അവലോകന യോഗം നിർണായകമാണ്. വിജയൻ ചോദിച്ചതുപോലെ ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്വഭാവം വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ ആഘാതം, കാരണം ഏത് മനുഷ്യനും കണ്ടാൽ കണ്ണീരോടെ അല്ലാതെ അവിടെ നിന്നും മലയിറങ്ങി പോകാനാകില്ല. ചില വിവരങ്ങൾ വരുന്നത് ഈ പ്രധാനമന്ത്രിക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം വെള്ളാർമല, ചുരൽമല ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നതാണ്. രക്ഷാപ്രവർത്തനത്തിൽ എത്രത്തോളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്ന ദൗത്യത്തിൽ പങ്കെടുത്തവരോട് പ്രധാനമന്ത്രി ചോദിക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രി ഈ ആർമി, അവിടെ NDRF ആ സംഘങ്ങളുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ചൂരൽമലയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി പ്രാഥമികമായി കണ്ടു. സൈനിക ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ തേടി ബെയിലി പാലത്തിനടുത്തേക്ക് പോയി. വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പ്രധാനമന്ത്രി പോകുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം അവിടെ മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുള്ളത് കൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വെള്ളാർമല സ്കൂള് ഉറപ്പായും പ്രധാനമന്ത്രി സന്ദർശിക്കും. ആദ്യം ആ സ്കൂളിലേക്ക് പോകണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്ന വിവരമൊക്കെ വരുന്നുണ്ട്. ആ സ്കൂളിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയും, ആ സ്കൂളിൻ്റെ പുറമേക്ക് ചില കെട്ടിടങ്ങൾ കാണാമെങ്കിലും അത് പലതും തകർന്ന് കിടക്കുകയാണ്. 50ഓളം കുട്ടികളെയാണ് ആ സ്കൂളിൽ നിന്ന് ആ സ്കൂളിലെ കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ചിലരുടെ ചേതനയേറ്റ ശരീരം കിട്ടി, മറ്റു ചിലരെ പറ്റി ഇപ്പോഴും വിവരങ്ങളില്ല. ആ സ്കൂളിൻ്റെ മുറ്റത്തും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി മൃതദേഹങ്ങളാണ് നമ്മൾ കണ്ടത്. ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആ ഭാഗത്തേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം അല്പസമയം മുമ്പ് കടന്നുപോയി അവിടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ആ റോഡിന് ഇരുവശത്തുമൊക്കെ ആളുകളെ കാണാം. അവർ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ചൂരൽമല ഭാഗത്ത് ഏതാണ്ട് ഈ ഭാഗമൊക്കെ ഏതാണ്ട് തകർന്ന് കിടക്കുകയാണ്. അവിടെ ചെളിയൊക്കെ നിറഞ്ഞതാണ്. ഈ ദിവസങ്ങളിലാണ് അവിടെ കുറച്ചൊക്കെ സഞ്ചാരയോഗ്യമായത്.